ലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് നിങ്ങൾ വ്യക്തി എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയുമായി കണക്ട് ചെയ്തുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കൂ. പോസിറ്റീവായി നിങ്ങളെ വ്യക്തിയെ ഓർത്തുകൊണ്ട് റീഡിംഗ് കാണൂ. ഏതെല്ലാം രീതിയിലാണ് നിങ്ങളെ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതൊന്നും കാണിക്കാതെ, കാരണം അവരുടെ ഈഗോ കാരണം അവർക്ക് കാണിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. എന്നാൽ അത് അങ്ങനെ ചെയ്ത് കാരണം അവരുടെ സമാധാനം, അതായത് കുടുംബത്തിൻ്റെ സമാധാനം, അവരുടെ സമാധാനം എല്ലാം നഷ്ടപ്പെടുകയും അത് അവസാനിപ്പിക്കുന്നതായി വരികയും, അതായത് സമാധാനം, സ്നേഹം, സന്തോഷം എല്ലാ രീതിയിലും അവർക്ക് നഷ്ടപ്പെടുകയും പിന്നീട് അവരുടെ ലൈഫിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ആണ് വന്നത്. അതായത് എന്ത് തിരഞ്ഞെടുക്കണം, എങ്ങനെ തിരഞ്ഞെടുക്കണം, ആരെ വിശ്വസിക്കണം, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയും, അതുപോലെ അവരുടെ ഈഗോ കാരണം അവർ എല്ലാ കാര്യങ്ങളും, അത് ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങളെല്ലാം തന്നെ, അത് നിങ്ങളോടൊപ്പം തന്നെ മറ്റു സാഹചര്യങ്ങൾ, അതായത് ഒരു പേഴ്സണായി ആവണമെന്നില്ല, വേറെ ഈ സാഹചര്യങ്ങൾ കൂടെ കൊണ്ടു നടക്കുകയും, എന്നാൽ ആ സാഹചര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് വിജയിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ പരാജയപ്പെടുകയും, അതും അവരുടെ ഈഗോ കാരണമാണ് മെയിനായിട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്ത് മുന്നോട്ട് പോയത് തന്നെ. എന്നാൽ അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവർക്ക് ഇച്ഛാശക്തി, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ഒരു കാര്യങ്ങളും നടക്കാതെ വരികയും, അവർ അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തുകയും, അതുപോലെ അവർക്ക് അതിനുള്ള കർമ്മഫലമായിട്ട് സന്തോഷം, സ്നേഹം, സമാധാനം, ഐശ്വര്യം എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും, പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുക എന്നതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ലൈഫ് ആകെ സ്റ്റക്കായി പോവുകയും ചെയ്യുന്നതോടെ അവർ മനസ്സിലാക്കുന്നു നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം പവിത്രവും ആത്മാർത്ഥതയും ഉള്ളതായിരുന്നു എന്നുള്ള കാര്യം.